വെൽക്കം ടു കൈന. നമ്മുടെ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടെന്ന് കരുതണം. ഇന്ന് നമ്മുടെ മുംബൈ പർച്ചേസിലെ ഡേ 2 ആണ്. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഏകദേശം ഇപ്പോൾ 1 മണിയായിട്ടുണ്ട്. ഇന്ന് എന്താ പറയുക, മെജോറിറ്റി പർച്ചേസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റത്തെ ഒന്ന് ചെറിയ കുഞ്ഞു കുഞ്ഞു ഓട്ടപ്പാച്ചിലുകളാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ദാദറിലേക്ക് പോണത്. ദാദറിൽ നിന്ന് കുറച്ച് സൽവാസും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ ദാദറിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദാദർ കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് ടു ഇന്നലെ വന്ന ലൊക്കേഷനിലേക്കൊക്കെ തിരിച്ചു വരും. അപ്പോൾ എനിവേസ് നമ്മുടെ ഊബർ എത്തിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഔട്ട്ഫിറ്റ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ കൈനാത്തിൻ്റെ ഔട്ട്ഫിറ്റ് തന്നെയാണ് ഇട്ടേക്കണത്. അപ്പോൾ ഞാൻ ഇന്ന് ഊബറിൻ്റെ ഉള്ളിലേക്ക് കയറട്ടെ. ഫുഡൊക്കെ കഴിച്ചു ഓൾറെഡി. ഞാനൊന്ന് സ്വിഗ്ഗി ചെയ്ത് കഴിച്ച്. നേരത്തെ ഇറങ്ങിയില്ലല്ലോ, അപ്പോൾ സ്വിഗ്ഗി ചെയ്ത് കഴിച്ച്. അപ്പോൾ ഞാൻ വണ്ടി കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിപ്പോൾ ഊബറിലാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ ഊബറുകാരൻ പള്ളി പോകാനായിരുന്നു. അപ്പോൾ ഓനിപ്പോൾ ജുമ നോക്കാൻ വേണ്ടി പോയേക്കാണ്. ഇപ്പോഴാണ് എന്താണെന്നുള്ളത്. അപ്പോൾ അതൊക്കെ തന്നെ. ഇന്ന് ചെറിയ ഉറക്കക്ഷീണുണ്ട്. എന്താണെന്ന് മനസ്സിലാവണം. ഉറക്കം കൂടിയതിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ദാദർ പോവാണ്. ദാദറിൽ നിന്ന് നേരെ കുർല എന്ന് പറഞ്ഞിടത്ത് പോകാനുണ്ട്. കുർലയിൽ നിന്ന് തിരിച്ച് നമ്മൾ ബാൻഡ്രയിലേക്ക് പോകും. ബാൻഡ്ര കഴിഞ്ഞിട്ട് നമ്മൾ സാന്താക്രൂസിലേക്ക് പോകും. ഇന്നത്തെ ഒരു ട്രാക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഫൈനലൈസ് ചെയ്ത് എല്ലാം പാക്കിങ്ങൊക്കെ അവരോട് കറക്റ്റ് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുള്ളൂ. പർച്ചേസൊക്കെ ഓൾറെഡി കഴിഞ്ഞതാണ്. പർച്ചേസ് ആകിയപ്പോൾ നമ്മൾ ദാദറും കുർലയും ചെയ്യാനുള്ളൂ. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹോൾസെയിൽ പർച്ചേസസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നാളെയാണ് എനിക്ക് തിരിച്ച് പോകാനുള്ള ട്രെയിനും ഉള്ളത്. അപ്പോൾ യെസ്, അങ്ങനെയാണ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഷോപ്പിലുള്ള തന്നെ ഒരു ക്രഷ് ഫാബ്രിക്കിൻ്റെ ഷർട്ടും കോഡ്രോയിൽ വരുന്ന ഒരു പാൻസുമാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും ഇൻസ്റ്റഗ്രാമിൽ ഇടും. അപ്പോൾ ഇന്നതൊക്കെയാണ് വിശേഷങ്ങൾ. ഇന്ന് ഞാൻ പുറത്തൊന്നും പോയി കഴിച്ചില്ല. ഐ മീൻ ഫുഡ് ഓർഡർ ചെയ്തിട്ട് റൂമിൽ നിന്ന് തന്നെയാണ് കഴിച്ചത്. ഒരു റൈസ് ബൗൾ ഓർഡർ ചെയ്ത് അത് ഇതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും കൂടി ഒറ്റയടിക്കുക എന്നുള്ള രീതിയിൽ കഴിച്ച്. അപ്പോൾ യെസ്, അതൊക്കെയാണ് വിശേഷങ്ങൾ. ഇവിടെ കുത്തുബയൊക്കെ നടന്നുകൊണ്ടിരിക്കേണ്ടത് ഹിന്ദിയിലാണ്. അപ്പം അതൊക്കെ തന്നെ. അപ്പോൾ ഇനി നമുക്ക് ദാദർ എത്തിയിട്ട് കാണാം. ദാദറിൽ നല്ല അടിപൊളി സൽവാറൊക്കെ വാങ്ങാൻ പോകാണ്ട് നമ്മൾ. അപ്പോൾ ഞാനിപ്പോൾ ദാദർ എത്തിയിട്ടുണ്ട്. നല്ല ബ്ലോക്കാണ്. ഇന്ന് ഞാൻ വിചാരിച്ച പണികളൊക്കെ നടക്കുമെന്ന് തന്നെ നല്ല സംശയമുണ്ട്. അമ്മാതിരി ബ്ലോക്കാണ്. അപ്പോൾ ഇവൻ ഓല കയറിയ ആൾ വരെ എന്നോട് പറയുന്നു, രാത്രി വൈകുന്നേരം ആകുമ്പോൾ കൂടി വീട്ടിൽ പോകാൻ നോക്കിക്കോ, നല്ല ബ്ലോക്കാവും, എത്താൻ കഴിയില്ല എന്നൊക്കെ. മറ്റേ ഗണപതി അതിൻ്റെ പരിപാടി ഉണ്ട്. അപ്പം അതിൻ്റെ ഇതാണ്. അതാണ് ഇപ്പം അയാളെന്നെ വഴി തന്നെ ഇറക്കിയിട്ടിട്ട് ഞാൻ ഇപ്പോൾ നടക്കാണ്. അത്ര ബ്ലോക്കാണ്. അപ്പോൾ എന്താവും അറിഞ്ഞൂടാ. വേഗം തീർത്തിട്ട് പോവാന്നാണ് പ്ലാൻ. ഓല തന്നെ എനിക്ക് പോകാൻ കിട്ടുമെന്നുള്ളതൊരു സംശയമാണ്. ഫുള്ള് ബ്ലോക്ക്, അമ്മാതിരി ബ്ലോക്ക് സീനുകളാണ്. ഇപ്പോൾ ദാദറിൽ ഇതേപോലെ നല്ല അടിപൊളി സാധനങ്ങളൊക്കെ കിട്ടും. അതൊക്കെ അത്യാവശ്യം നല്ല പ്രൈസ് റേഞ്ച് ഉണ്ടാവും. ഇതൊക്കെ ഫുള്ള് ഹോൾസെയിലാട്ടോ. മൊഡാൽസിൽ കാണുന്നുണ്ട് ഈ കാണുന്നത്. ഇവിടെ ഇതേപോലത്തെ നല്ല അടിപൊളി പാർട്ടി വെയർസൊക്കെ കിട്ടും. ഇവിടെ എല്ലാ ഷോപ്പും ഇങ്ങനെ ഇരിക്കും കേട്ടോ. നല്ല രസമാണ്. വാവ്, നോക്ക്, നല്ല പീകോക്ക് ബ്ലൂവിൽ വന്നിട്ട് എൻ്റെ ഉമ്മാൻ്റെ ഫേവറേറ്റ് കളർ ആട്ടോ ഇത്. നല്ല രസമാണ് ഇത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എന്തായാലും ഇതൊക്കെ ഒരു 2000 റേഞ്ച് ഉണ്ടാവും. ഹോൾസെയിൽ റേറ്റ് ഒക്കെ തന്നെ ഇവിടെ. നമ്മൾ എന്തായാലും ഇത്ര ഹെവി ഒന്നും നോക്കണില്ല. പക്ഷെ ഇങ്ങനത്തെ ഹെവി വർക്ക്സ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു സ്പോട്ടാണിത്. നല്ല നല്ല സെറ്റ് സാധനങ്ങളാണ്. ഇവിടെ ഫുള്ള് പൂക്കളുടെ പരിപാടിയാട്ടോ. അവിടെ ഇങ്ങനെ നിറയെ ഫ്ലവേഴ്സും കാര്യങ്ങളുമാണ്. പറയേണ്ട കേൾക്കണ്ടോന്ന് അറിയില്ല. ഉണ്ടോ ഇവിടെ ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ ഇതേപോലെ ഇങ്ങനെ എല്ലാവരും ഒന്ന് വിൽക്കപ്പാൻ മറ്റേ അവരുടെ ഈ പൂജയോ എന്തൊരു ഫെസ്റ്റിവലൊക്കെ അല്ലേ. അപ്പോൾ അതിൻ്റേതായ നല്ല തിരക്കാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചൂസ് ചെയ്യണ തിരക്കിൽ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ സൽവാർ വളരെ കുറച്ച് മാത്രം വാങ്ങാറുള്ളൂ. കൂടുതൽ കടയിലൊന്നും പോക്കില്ല. കാരണം സൽവാർ കൂടുതൽ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ അധികം വാങ്ങലുമില്ല. ആകെ എറണാകുളത്തേക്കാണ് കുറച്ച് എടുക്കുന്നത്. അവിടെ കുറച്ച് റെഗുലർ ടീച്ചർ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ എടുക്കാൻ വന്നതാണ് ഇതേപോലെ നല്ല നല്ല കോട്ടനും മസ്ലിനും പിന്നെ റയോണിലൊക്കെ തന്നെ ഡെയിലി വെയർ സൽവാസ്. അപ്പോൾ നല്ല മോഡൽസ് കണ്ടപ്പോൾ അത് എടുക്കണതിൻ്റെ തിരക്കിലൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ല നിങ്ങളെ. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ കാണിച്ചില്ലല്ലോ എന്ന്.
ഒരു ചെറിയ ഷോപ്പാണ്. അത് കാരണം വേഗം കാര്യങ്ങളൊക്കെ കഴിയും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ മോഡൽ. പക്ഷേ നമ്മളവിടെ പോയില്ലെന്ന് എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഈ ഒരു ബഡ്ജറ്റിന് ഒക്കുമെന്ന് അറിയില്ല, കുറച്ച് എക്സ്പെൻസീവാണ്. നല്ലൊരു പാറ്റേൺ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത്. ഈ ക്യാ സിൽക്ക് താ ഭയ്യ? റോമൻ സിൽക്ക്. അങ്ങനെ എന്തൊരു പേര് ഒരു പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓലയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഇങ്ങനെ ത്രെഡ് വർക്ക് വന്നിട്ടുള്ളതാണ്, സ്കാലപ്പൊക്കെ ചെയ്തിട്ട്. നല്ലൊരു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത്. സിംഗിൾ പീസ് കിട്ടുമായിരുന്നെങ്കിൽ നല്ലത്. അപ്പോൾ യെസ്, ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ബാൻഡ്ര പോവും. ബാൻഡ്രയിൽ നമ്മൾ വേറെ കുറച്ച് പണികളൊക്കെ തീർത്തിട്ടാണ് ബാക്കി നോക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി ബാൻഡ്ര വെച്ച് കാണാം. ഗൈസ്, ഇവിടെ നേരത്തെ പറഞ്ഞ മറ്റേ പരിപാടി ഉള്ളതുകൊണ്ട് നല്ല ബ്ലോക്കാണ്. ഓലയും ഊബറും ഒക്കെ ക്യാൻസൽ ചെയ്യാണ്, ഫുള്ള് തന്നെ ക്യാൻസൽ ചെയ്യും. കുറേ നേരം കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ ലോക്കൽ ടാക്സി ഉണ്ട്, അതിൽ കയറിയിട്ടാണ്. എന്തോ ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ കയറുന്നത്. നേച്ചർ ഫ്രണ്ട്ലിയാ, അപ്പോൾ സേഫായിട്ട് ഞാൻ എത്തുമെന്ന് കരുതണം. അപ്പോൾ ഞാൻ എത്തിയിട്ട് ബാക്കി പറയാം. ബാൻഡ്രയിലേക്കാണ് ഇപ്പോൾ പോണത്. നല്ല ബ്ലോക്കാണ്, ഇപ്പോൾ എത്തുന്നത് എനിക്ക് യാതൊരു പിടുത്തില്ല. ഇവിടെ എന്തായിരുന്നു എനിക്ക് അറിഞ്ഞൂടാ. എന്തോ ഒരു പ്രൊഫഷനായിരുന്നു, കല്യാണം അല്ലായിരുന്നു തോന്നുന്നുണ്ട്. ഇവരുടെ എന്തോ അമ്പലത്തിലെ പൂജയോ അങ്ങനെ എന്തോ ഒരു സംഭവമാണത്. നല്ല രസമായിട്ട് കാണാൻ. അപ്പോൾ നല്ല ചൂടാണ്. ഞാനിപ്പോൾ ബാൻഡ്രയിൽ തിരിച്ചമ്മ ബാൻഡ്ര തലാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം പർച്ചേസ് ചെയ്ത സ്ഥലങ്ങൾ അവിടെ നമ്മുടെ എല്ലാ ബണ്ടിലും കൂടി ഒരുമിച്ച് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 4-5 കടയുടെ ബണ്ടിൽ ഒരുമിച്ച് ഒരു 8-9 ബണ്ടിലുണ്ടാവും എന്തായാലും. അതവിടെ എത്തിച്ചിട്ടുണ്ട്. ഇനി അവരതെല്ലാം കൂടി ഒരുമിച്ച് പാക്ക് ചെയ്തിട്ട് അത് കൊറിയർ നമുക്ക് അയക്കും, ട്രാൻസ്പോർട്ട് വഴി അത് വിടും. അപ്പോൾ അത് അവരങ്ങനെ ഡീൽ ചെയ്തോളും. അത് കഴിഞ്ഞ് വേറെ നമ്മൾ ഇന്നലെ പോയ ഇമ്പോർട്ടഡ് സാധനങ്ങളുടെ അവരവിടെ നിന്ന് വേറെ സെപ്പറേറ്റ് അയക്കും. അപ്പോൾ ഇനിയിപ്പോൾ കുരുള വരെ ഒന്ന് പോകാനുണ്ട്. അപ്പോൾ ഞാൻ കുരുള പോകാൻ പോവാണ്. ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഊബർ ഇനി എത്തണം. അപ്പോൾ യെസ്, ഇപ്പോൾ അതൊക്കെ തന്നെയാണ്. ഇനി കുരുള കഴിഞ്ഞിട്ട് തിരിച്ചു വീണ്ടും ചിലപ്പോൾ ഒന്ന് ബാൻഡ്രയിലേക്ക് വീണ്ടും വരേണ്ടി വരും, നോക്കാം. അതെല്ലാം നമ്മുടെ ബഡ്ജറ്റ് ബാക്കി ഇനി എന്തോരം ഉണ്ട് പർച്ചേസ് ചെയ്യാനെന്നുള്ളത് പോലെ ഇരിക്കും. അപ്പോൾ എനിവേസ് നമുക്കിപ്പോൾ കുരുള പോയിട്ട് അവിടെ കുറച്ചധികം സാധനം ഉണ്ടെന്ന് ആ പയ്യനിങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച്. ചൂടെടുക്കണ്ട്, ചടച്ചു തുടങ്ങി. അപ്പോൾ ഊബറിൽ നിന്ന് കുടിക്കാൻ ഞാൻ ഒരു കോഫിയും ചിപ്സും വാങ്ങി ബാഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ എൻ്റെ ഇടയിൽ ഒരു ഷോപ്പിംഗ് മാളിൽ പോയി. അവിടെ കുറച്ച് പണികളും കാര്യങ്ങളും ചെയ്യാനുണ്ടായിരുന്നു. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ലാസ്റ്റത്തെ ഷോപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുരുള പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ ആവശ്യത്തിൽ കൂടുതൽ തിരക്കുണ്ട്. അപ്പോൾ ഇനി ഇതിലും എക്സ്ട്രീം ആവുന്നേക്കാൾ മുന്നേ അവിടുത്തെ പർച്ചേസ് തീർത്ത് വേഗം റൂമിൽ എത്തണം എന്നുള്ളൊരു ഇൻറ്റൻഷൻ ഉള്ളൂ. ഇത് നല്ലോണം ടയേർഡായി, എന്താണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഇന്ന് ടയേർഡായിട്ടുണ്ട്. റോഡിൽ തിരക്കായപ്പോൾ തന്നെ ഞങ്ങൾക്ക് ചടച്ച്. അപ്പോൾ ഇനിയിപ്പോൾ മഴയും പെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുംബൈ ട്രിപ്പ് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ 11 മണിക്ക് ആണ് ട്രെയിൻ. 11 മണിക്ക് ട്രെയിൻ. പിന്നെ നേരെ റൂമിൽ ചെല്ലും, പാക്ക് ചെയ്ത് വെക്കും. രാവിലെ എണീറ്റപ്പോൾ നേരെ അങ്ങനെ പോയാൽ മതിയല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ കുരുളെത്തിയിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. ഈ ഷോപ്പ് പണ്ട് ബാൻഡ്രയിൽ ഉണ്ടായതാണ്. അവരിപ്പോൾ ഈ കുരുള എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ മാറി. അപ്പോൾ പുതിയ ഷോപ്പാണ്. ഞാൻ ആദ്യമായിട്ട് കാണാൻ പോവാണ് ഈ ഷോപ്പ്. കളക്ഷൻസ് അത്യാവശ്യം ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കി നോക്കാം. ഇത് അത്യാവശ്യം നല്ല സെറ്റപ്പ് ആയിട്ടുള്ളൊരു ഏരിയ ഒക്കെയാണ്. കുറേ ഓഫീസേഴ്സാണ് ഈ കാണുന്നത്. മൾട്ടിനാഷണൽ കമ്പനീസ് ആയിരിക്കും. റോഡൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് റോഡും കാര്യങ്ങളൊക്കെയാണ്. നല്ല സെറ്റപ്പാണ്. ബാൻഡ്ര നമ്മൾ നിൽക്കുന്ന സ്ഥലം പൊതുവെ കച്ചറ പുച്ചറയാണ്. ഇതാ എന്താ നമ്മൾ പറയുക, സ്ലമ്മാണ് കാണുന്നത്. നല്ല ഭാഗമുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ മോശം സ്ഥലങ്ങളും ഉണ്ട്. അത് ഫുള്ള് സ്ലമ്മാണ് ഏരിയയിൽ. ഇപ്പോൾ കണ്ട ഹൈഫൈ ഒക്കെ ഒറ്റയടിക്ക് മാറി. അങ്ങനെ നമ്മളിപ്പോൾ ലാസ്റ്റ് ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ എനിക്ക് ഇരിക്കാൻ ചെറിയ സ്റ്റൂളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഞാൻ കൂടുതലും ഇത് നമ്മുടെ
എന്താ പറയുക കഫ്താനുകൾ നല്ലോണം വാങ്ങിയിരുന്നത്. അപ്പോൾ ഇപ്പോൾ മുകളിലൊരു നല്ലൊരു സാധനം കണ്ടിട്ടുണ്ട് ഞാൻ. അത് നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാവരും ചോദിച്ചിരുന്ന ഒരു സ്ട്രൈപ്പാണ്, ഒരു ബേജും വൈറ്റും കൂടിയ സ്ട്രൈപ്പാണ്. അപ്പോൾ അതെന്തായാലും എടുക്കേണ്ടത്. പിന്നെ കുറേ മോഡൽസ് വന്നിട്ടുണ്ട്, നല്ല വെറൈറ്റി മോഡൽസ് വരെയിൽ വന്നിട്ടുണ്ട്. ഇത്രയും ദൂരം എന്തായാലും വന്നത് നന്നായി. നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ തന്നെ കസ്റ്റമേഴ്സ് സെല്ല് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഐറ്റംസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ യെസ്, ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇതങ്ങനെ മോഡൽസൊക്കെ ഒന്നുകൂടെ നോക്കിയൊക്കെ കാണിച്ചു തരാം, അവരൊന്ന് കൊണ്ടുവന്ന് തന്നെ. ഇതൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സ് നല്ലോണം ചോദിക്കുന്നതാട്ടോ ഈ ഒരു പ്രിൻറ്റ്. ഇത് നല്ല ബ്യൂട്ടിഫുൾ ഡ്രസ്സാണ്, നല്ല നല്ല പ്രിൻറ്റിൽ വന്നിട്ട്. എനിക്ക് ഇങ്ങനത്തെയൊക്കെ പ്രിൻറ്റ് ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമാണ് അതിലാണ് നിൽക്കണേ. അപ്പോൾ അങ്ങനെ ഒഫീഷ്യലി നമ്മുടെ മുംബൈ പർച്ചേസ് ഫുള്ള് കഴിഞ്ഞ്. മേ ബി ഞാൻ ഇത്ര നാൾ ഷോപ്പ് തുറന്നതിന് ശേഷം വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് പർച്ചേസ് തന്നെ പറയാൻ പറ്റും. സോ ഹാപ്പി, സന്തോഷമായി. എല്ലാം കിട്ടി, 8XL വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ കളക്ഷൻസ് ഒക്കെ കാണാൻ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ ഇപ്പം എന്നെ പയ്യ ഓട്ടോ വിളിച്ചു തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. മറ്റേ പൂജയും കാര്യങ്ങളും നടക്കണോണ്ട് ഓല ഊബർ ക്യാൻസൽ ചെയ്യാൻ ഒന്നും കിട്ടണല്ലോ. അപ്പോൾ മൂപ്പരാൾ ഓട്ടോ പിടിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഞാനിവിടെ റോട്ടിൽ വന്ന് നിൽക്കുകയാണ്. സൺസെറ്റൊക്കെ ആയി തുടങ്ങി. അപ്പോൾ ഞാൻ ഫുള്ള് ഹാപ്പി ആയിട്ട്, ഞാൻ ഉദ്ദേശിച്ച എല്ലാ സാധനങ്ങളും കിട്ടി. കോട്ട് സെറ്റ് കിട്ടി, കഫ്താൻസ് കിട്ടി, കുറേ സാധനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതും പ്ലസ് സൈസ് 6XL 8XL ഒക്കെ റെഡിമെയ്ഡ് ഐറ്റംസ് കിട്ടാന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ്. അപ്പോൾ അതും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ യെസ്, അപ്പോൾ ഇനിയിപ്പോൾ റൂം എത്തിയിട്ട് ഞാൻ ബാക്കി പറയാം. അങ്ങനെ നല്ല മനസ്സോർപ്പിച്ചായിട്ട് എൻ്റെ ഓല ബുക്ക് ചെയ്തത് അക്സെപ്റ്റ് ചെയ്തു. ഓട്ടോ ഒന്നും കിട്ടണ്ടായില്ല. അപ്പോൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് ബ്ലോക്കാണ്, കാണണ്ടോന്നറിയില്ല, ഫുള്ള് ബ്ലോക്കാണ്, ഒന്നും പറയാനില്ല. കണ്ടാ, ഇതാണ് അവസ്ഥ, അമ്മാതിരി ബ്ലോക്കാണ് ഇത്. പക്ഷേ ഇതിൻ്റെ പൂച്ചയുടെ കാര്യങ്ങളൊന്നും ഉണ്ടല്ല. ഇതാണ് ഓഫീസ് ടൈം കഴിഞ്ഞതുകൊണ്ട് ഈ ഏരിയയിൽ എപ്പോഴും അങ്ങനെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ യെസ്, അങ്ങനെയാണ്. അപ്പോൾ ഇവർ ഇനിയിപ്പോൾ പരിപാടി ഒക്കെ ആയതുകൊണ്ട് നാളെ ലീവൊക്കെ ആയിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവസ്ഥ. നമ്മൾ വന്നിറങ്ങിയപ്പോൾ അവിടെ മറ്റേ ഗണപതി വിസർജന അങ്ങനെയാണ് തോന്നുന്നു അതിനെ പറയണത്. അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ അവർ തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഇതിങ്ങനെ ഇവർ കൊണ്ടുപോയി ഏതോ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കും കുറേ ദിവസത്തിന്. ഇവർ അതിങ്ങനെ കുറേ ദിവസം എവിടെയോ കൊണ്ടുപോയി വെക്കും, ഇങ്ങനെ ആർത്തി ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വെക്കും. ചിലർ 2 ദിവസം 3 ദിവസം ഒരാഴ്ചയൊക്കെ വെക്കണവരുണ്ട്. അയ്യോ എൻ്റെ കട കട തുറന്നിക്കണേ. നമുക്ക് തിരിച്ചു കഴിക്കാം. അത് കഴിഞ്ഞിട്ടാണ് ഇവർ ഇതിനെ കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കണ പരിപാടിയൊക്കെ ഉള്ളത്. അപ്പോൾ അതങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് അറിയില്ല. അങ്ങനെയാണ് എനിക്ക് ഇവർ പറഞ്ഞതെന്നൊക്കെ മനസ്സിലായത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അത് തുടങ്ങിയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്, പ്രൊസഷൻ പോലെ. അപ്പോൾ എന്തായാലും റൂമിലൊന്ന് പോയി ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. എന്തായാലും എനിക്ക് ആ ജംഗ്ഷൻ വരെ ഒന്ന് പോകാനുണ്ട്. അവിടെ നിന്ന് കുറച്ച് നമ്മുടെ ഇന്നലെ പർച്ചേസ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷെ നടന്നില്ല. ഇന്നെങ്കിലും ചെയ്യണം. അപ്പോൾ ഒന്ന് വാഷ്റൂമൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഞാൻ നിങ്ങളെ നിൽക്കുന്ന സ്ഥലമൊന്നും കാണിച്ചു തരാമല്ലോ. ഇതൊരു മെയിൻ ഹാളാണ്. ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ടാവും, അവിടെ ചെറിയ കുക്കിംഗ് സെഷൻ ഉണ്ട്, അവിടെ പാത്രമൊക്കെ കഴുകാം, ഇവിടെ ഇരിക്കുക. അവിടെ ഒരു സിറ്റിംഗ് ഏരിയ ആണ്, ടി വിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വാഷ്റൂമും, അവിടെ അലക്കി ഇത് വിരിച്ചിടാനും ഇവിടെ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുകളിലും സ്ഥലമുണ്ട്. ഇവിടെയാണ് എൻ്റെ റൂം വന്നത്. ആളുണ്ടോയെന്ന് അറിയില്ല, നോക്കിയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ റൂമിൽ ഇപ്പോൾ ആളില്ല. ഇത് ഒരു AC ഉള്ള മുറിയായിരിക്കും. മൊത്തം 6 പേർക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സ്പേസ് പോലെയാണ് വരുന്നത്. എൻ്റെ ബെഡ് ഇതാണ് കേട്ടോ. ഇവിടെ ഒരു മിററൊക്കെ ഉണ്ട്, നമുക്ക് ഡ്രസ്സ് ചെയ്യാനും കാര്യങ്ങൾക്കും. ലൈറ്റും ACയും എല്ലാം സെറ്റപ്പ് ഉണ്ട്. ഒരു സമാധാനകരമായിട്ടുള്ള ഇതാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ ലഗേജസും കാര്യങ്ങളൊക്കെ വെക്കാം. അങ്ങനെ ഇവിടെ താമസിക്കുന്ന കുട്ടി ഏകദേശം 1 കൊല്ലമായി ഇപ്പോൾ ഇവിടെ തന്നെ നിൽക്കണേ. അവളൊരു ഫാഷൻ ഡിസൈനറാണ്. അവളിവിടെ ഏകദേശം 1 കൊല്ലം ഇവിടെ തന്നെ നിൽക്കണേ. അപ്പോൾ കുറേ ദിവസമായി നിങ്ങളെ ഞാൻ ഈ റൂം ഒന്ന് കാണിക്കാൻ വേണ്ടി നടക്കണേ. കാരണം എപ്പോഴും ഇവിടെ ആൾക്കാരുണ്ട്, അപ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റാറില്ല. ഇപ്പം എന്തായാലും ആരുമില്ല. അപ്പോൾ ഇതാണ് റൂം. ഭയങ്കര കംഫർട്ടബിളാണ്. നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ഹോട്ടലിലൊക്കെ നിൽക്കുന്നതിന് പകരം ഇനിയിപ്പോൾ നമ്മുടെ കൂടെ ആളുണ്ടെങ്കിലും മുംബൈയിൽ ഹോട്ടൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇതൊരു പെർ ഡേ ഏകദേശം ഒരു 600 രൂപ 700 രൂപയൊക്കെ വരുള്ളൂ. ഇവിടെ ആകുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും ഫുഡ് വാങ്ങി ഇവിടെ ഉണ്ടാക്കി കഴിക്കാം. പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാം. അലക്കാനുള്ള സൗകര്യം, കുളിക്കാനുള്ള സൗകര്യം, എല്ലാവിധ സൗകര്യവും. TV ഇരുന്ന് കാണണം, TV കാണാം, ഫ്രീ വൈഫൈ, എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ. പെർ ഡേ നമുക്ക് 600 രൂപ അങ്ങനെയൊക്കെ വരുള്ളൂ. നല്ല ഹൈജീനുമാണ്. എല്ലാ ദിവസവും രാവിലെ വന്ന് ഒരു ക്ലീൻ ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ. അപ്പോൾ സേഫുമാണ്. നമുക്ക് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനും പരിചയപ്പെടാനും ഒക്കെ പറ്റും. അപ്പോൾ ആരെങ്കിലും ഇതേപോലെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതേപോലെ, ഇത് ഹാപ്പി നെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇതേപോലെ തന്നെ സോസ്റ്റൽ, അങ്ങനത്തെ കുറേ നല്ല നല്ല ബ്രാൻഡ്സ് ഉണ്ട്.
ഇവിടെ ഞാൻ ഹാപ്പിനെസ്റ്റ് യൂസ് ചെയ്യൽ. കമ്പയർ ടു ഹാപ്പിനെസ് ഹോസ്റ്റൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. പിന്നെ ഇവിടുന്ന് ദൂരമുണ്ട്, എൻ്റെ മാർക്കറ്റ് തമ്മിൽ നല്ല ദൂരമുണ്ട്. അതാകുമ്പോൾ എനിക്ക് എല്ലാം വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇനി ഒന്നും നമുക്ക് വേഗം ഫ്രഷായി വാഷ്റൂമൊക്കെ ഒന്ന് ചെയ്ത് നമുക്കൊന്ന് പുറത്ത് കറങ്ങാൻ വേണ്ടി പോവാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലത്തെ വ്ളോഗ് എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ഇന്നലെ വന്ന് പുറത്തൊക്കെ പോകുമെന്ന് വിചാരിച്ച് എവിടെയും പോയില്ല. ഞാൻ അങ്ങനെയും കിടന്നുറങ്ങിപ്പോയി. ഇന്നിപ്പോൾ രാവിലെ 10 മണിയായിട്ടുണ്ട്. നമുക്ക് 11:45 ട്രെയിനാണ് തിരിച്ചു പോകാനായിട്ട്. ഞാൻ നേരെ എറണാകുളത്തേക്കാണ് പോകണം. കുറേ ആയി വീട്ടിൽ പോയിട്ട്. അപ്പോൾ ഒന്ന് വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് പിന്നെ കോഴിക്കോടേക്കാണ് പോവാം. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങാണ്. ബാഗൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പോകണ വഴിക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് തന്നെയാണ് ട്രെയിൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നതും. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാണ്. ചെറിയൊരു ട്രിപ്പായിരുന്നു ഇത്തവണത്തെ. ആൻഡ് എനിക്ക് പറ്റണ പോലെയൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും ഞാൻ നാട്ടിലെത്തുന്ന രീതിയിലായിരിക്കും എൻഡ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇറങ്ങാം. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറയാം. ഓക്കെ, അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല വെയിലുള്ള ദിവസമാണ്. ഞാനപ്പോൾ ഓല ബുക്ക് ചെയ്യുന്നേക്കാൾ മുന്നേ ആ വടാപ്പാവിൻ്റെ ആഗ്രഹങ്ങൾ തീർത്തേക്കാന്ന് വിചാരിക്കുകയാണ്. എന്നാൽ അവർ ഇനി അടച്ചിട്ടില്ല എന്ന് കരുതണേ. ഞാൻ എന്തായാലും അവിടെ ഒന്ന് പോയി വടാപ്പാവ് കൈ വാങ്ങി വെക്കാം. എന്നിട്ട് ഓലയിലിരുന്ന് കഴിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. പിന്നെ ട്രെയിൻ കയറി കഴിയുമ്പോൾ ഒരു ഉച്ചയാവുമല്ലോ. എനിക്ക് തോന്നുന്നു ലഞ്ച് ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കഴിക്കണമെന്നല്ല. പണ്ടത്തെ പോലെ ഒന്നും ഇല്ല. അത്യാവശ്യം നല്ല ഫുഡൊക്കെ തന്നെയാണ് ട്രെയിനിൽ കിട്ടുന്നത്. പാൻട്രി ഉള്ളതുകൊണ്ടൊക്കെ അത്യാവശ്യം നീറ്റ് ഫുഡൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും നടക്കൽ ബാഗൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വടാപ്പാവ് കട. ഞാൻ ഒരു സമൂസയും പറഞ്ഞിട്ടുണ്ട്, വടാപ്പാവ് പറഞ്ഞിട്ടുണ്ട്. ഒരാളിപ്പോൾ എനിക്ക് പാക്ക് ചെയ്തിട്ട് തരും. അപ്പോൾ കൂടി എൻ്റെ ഓല എത്തും. 1 മിനിറ്റിട്ട് തന്നെ ഓല എത്തും. അപ്പോൾ നമുക്കത് ഓലയിലിരുന്ന് സമാധാനത്തിൽ കഴിക്കാം. ഓക്കേ, മിഷൻ കംപ്ലീറ്റഡ് ഗൈസ്. അങ്ങനെ തിരിച്ചു പോണേക്കാൾ മുന്നേ സഫലമായിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വണ്ടിപ്പെത്തും. ഒന്ന് കയറിയിട്ട് നമുക്ക് ബാക്കി പറയാം. ഇന്നിവിടെ ലീവായതുകൊണ്ട് തീരെ തിരക്കില്ല. റോഡൊക്കെ കാലിയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ ഈ സമയത്തൊക്കെ ഇറങ്ങുമ്പോൾ നല്ല തിരക്കാണ്. ബസ്സും മറ്റതും മറിച്ചതൊക്കെ ആയിട്ട്. ഇന്നിപ്പോൾ ഇവിടെ അവരുടെ ഗണപതി വിസർജന തന്നെ അതിൻ്റെ ലീവാണ്. അതുകൊണ്ടാണ് ഇത്ര സമാധാനം. അപ്പോൾ ഞാൻ ഊബറിൽ കയറി. ഇതാണ് വടാപ്പാവ് സമൂസയും. അയ്യോ, ഇതാണ് കേട്ടോ നമ്മുടെ ട്രെയിൻ. അതിൽ B4 ആണ്. എൻ്റെ ഇപ്പോൾ B3 ആയി. അപ്പോൾ ട്രെയിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓണമൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം ഫില്ലാണ് ട്രെയിനൊക്കെ. ഇനി വഴിയെ വരുമ്പോൾ കാണിച്ചാൽ പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഇല്ല ഇതിലിനി. ചിലപ്പോൾ കിടന്നുറങ്ങും, സീരീസ് എന്തെങ്കിലും കാണും. കുറച്ച് ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട്, അതെന്തെങ്കിലും കാണും. പിന്നെ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യും. സോ ഇനി ബാക്കി കുറച്ച് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഞാൻ വരാം. എനിക്ക് RAC ആണ് കിട്ടിയത്. അപ്പോൾ സ്ലീപ്പർ തന്നെയാണ്, AC സ്ലീപ്പറാണ്. പക്ഷെ എനിക്ക് ഇരുന്ന് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. ടിക്കറ്റ് സ്ലീപ്പറിനുള്ളത് കൺഫേം ആയില്ല. അപ്പോൾ ഞാനപ്പോൾ ഇങ്ങനെ ഇരുന്ന് നല്ല ഉറക്കമൊക്കെ ഉറങ്ങിയിരിക്കുമ്പോൾ എൻ്റെ ഫുഡ് ലഞ്ച് ഓർഡർ ചെയ്ത് വന്ന് അത് കഴിച്ച്. ഹാഫ് അവർ കപ്പീച്ചിലായതുകൊണ്ട് എനിക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ബിരിയാണി റൈസും ചിക്കൻ ഫ്രൈയും ആയിരുന്നു. ആൻഡ് എണീറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ ഫുള്ള് പച്ചപ്പും ഹരിതാപവും മാത്രം. ഇവിടെ ലേശം ഇങ്ങനെ മഴ പെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ രണ്ടാമത്തെ ഉറക്കത്തിലേക്ക് പോകുന്നേക്കാൻ മുന്നേ നിങ്ങളിതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. പിന്നെന്താ, ട്രെയിൻ ഫുള്ള് നമ്മുടെ മലയാളികളാണ്. ഓണമൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ പോകാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഫുൾ ഫാമിലി ആയിട്ട് വന്നേക്കണ്. അങ്ങനെ നല്ല ഒച്ചയും ബഹളമൊക്കെയാണ്. പക്ഷേ അതിൻ്റെ ഇടയിലും ഞാൻ എൻ്റെ ഉറക്കം കൈവിടാണ്ട് പോകുന്നുണ്ട് കേട്ടോ. നോക്ക്, നല്ലൊരു ബ്യൂട്ടിഫുൾ വാട്ടർഫോൾ കാണാം കേട്ടോ. ഫുള്ള് ഗ്രീനറിയാണ്. ഇത്ര ദൂരത്താണ് ഞാൻ സൂം ചെയ്ത് കാണിച്ചിരുന്നതാണ് നിങ്ങൾക്ക്. വെരി പ്രിറ്റി ആക്ച്വലി. ഇതിലേപോലെ തന്നെ കുറേ വാട്ടർഫോൾസ് കാണാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ടതുകൊണ്ട് കാണിക്കാൻ പറ്റിയതാട്ടോ. കുറേ നേരം ഞാൻ വീഡിയോ എന്തെങ്കിലും എടുത്തിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ സീനറി കാണുന്നത് കേട്ടോ. നല്ല രസമല്ലേ? സോ പ്രിറ്റി. സ്വിറ്റ്സർലാൻഡിലൊക്കെ വന്ന പോലെ ഉണ്ട്. അങ്ങോട്ടൊക്കെ ഒന്നും മനുഷ്യന്മാർക്ക് പോകാൻ പറ്റൂലാവോ? പറ്റും തോന്നുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ കൃഷിയാണ് ചെയ്യണേ.
അതിന് വയൽ കെട്ടിയേക്കണ ഇങ്ങനെ കാണാം. ഹലോ, അപ്പോൾ കുറേ നേരമായിട്ട് നിങ്ങളടുത്തൊന്നും സംസാരിച്ചിട്ടില്ല. ഇന്നലെ ട്രെയിനിൽ കയറി ഫുഡൊക്കെ കഴിച്ചു, കുറച്ച് നേരം സീരീസൊക്കെ കണ്ടങ്ങനെ ഇരുന്ന് പിന്നെ ഉറങ്ങി. അപ്പോൾ എണീറ്റ് രാവിലെയായി. കോഴിക്കോടൊക്കെ കഴിഞ്ഞ് ഞാൻ ഇന്ന് നേരെ എറണാകുളത്തേക്ക് പോവാണ്. ഇവിടെ മഴയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. എറണാകുളം ഞാൻ ഉച്ചയോട്ടാൻ ഏകദേശം ഒരു 2 മണിയൊക്കെ ആകും. അപ്പോൾ നേരെ അവിടെ നിന്ന് ഊബർ വിളിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ ഏകദേശം എൻഡ് ഓഫ് ദി ട്രിപ്പായി തുടങ്ങിയിട്ടുണ്ട്. ട്രെയിനിലായതുകൊണ്ട് പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഉണ്ടായില്ല. എല്ലാവരും ഫാമിലീസൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ റെക്കോർഡൊന്നും ചെയ്തില്ല. പിന്നെ ഞാൻ നല്ല ഉറക്കുന്നു. ഇപ്പോൾ എണീറ്റപ്പോൾ നമുക്കൊരു ബ്രീഫിങ് തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ യെസ്, നമ്മൾ നാട്ടിലേക്ക് തിരിച്ചെത്തി ഗൈസ്. പിന്നെ ഞാൻ വീടെത്തിയിട്ട് പറയാം. അപ്പോൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഇറങ്ങി. ഇവിടെ എറണാകുളം സൗത്ത് എത്തിയിട്ടുണ്ട്. എൻ്റെ പോലെ നിങ്ങൾ നോക്കണ്ടപ്പോൾ സോ ഉപ്പയും വിളിക്കാമെന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഊബറൊന്നും എടുക്കണ്ട, നോക്കട്ടെ. അവിടെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ അസ്സലാമലൈക്കും. ഞാൻ മോഷ്ടിക്കുന്ന എന്തുകൊണ്ടാന്ന് മനസ്സിലായില്ലേ? നിങ്ങൾ എന്നെ കണ്ടില്ലേ? എന്തൊരു കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് എടുക്കണേ. ഇത് നമ്മൾ മുംബൈയിൽ നിന്ന് തന്നെ വാങ്ങിയതാട്ടോ. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ എല്ലാം കെട്ടെടുക്കണത്. ഇവിടെ ഇരിക്കണ്ട്. അയ്യോ, എൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇരിക്കുക. ഞാൻ ബാത്റൂമിൽ പോകുന്ന മാംഗോ പായസം. അടപ്രഥമൻ മതി. വെള്ള സാധനം ഏതാ? വെള്ള സാധനം ഏതാ? പാലടയുണ്ട്, പിന്നെ പാൽപ്പായസം ഉണ്ട്, ഗോതമ്പുണ്ട്. ഹലോ, അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഒരു വൈൻഡപ്പ് കൊടുക്കണത് ഞാൻ ട്രിപ്പ് കഴിഞ്ഞ് വന്ന് ഏകദേശം 2 ആഴ്ചയായിട്ടുണ്ടാവും. ആൻഡ് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഇതിനൊരു എൻഡ് കൊടുത്തിട്ടില്ല എന്ന് ഓർക്കണത്. ഐ മീൻ റിയലൈസ് ചെയ്യണത്. എൻ്റെ മനസ്സിൽ ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഇതിനൊരു വൈൻഡപ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് വൈൻഡപ്പ് വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ ട്രിപ്പ് പോയി വന്നിട്ട് ഏകദേശം കുറേ നാളായി. നിങ്ങൾ ഓൾറെഡി കളക്ഷൻസും കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ യെസ്, ലേറ്റായിട്ടാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തേക്കുന്നത്. ബട്ട് സ്റ്റിൽ ഐ ഹോപ്പ് യു ഗൈസ് വിൽ എൻജോയ് ഇറ്റ്. ആൻഡ് പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. എന്നാലാണ് എനിക്ക് നിങ്ങൾക്ക് മുന്നിൽ അടിപൊളി സാധനങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വീണ്ടും വരാൻ പറ്റുള്ളൂ. ആൻഡ് എങ്ങനത്തെ കണ്ടൻറ്റാണ് നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്താൽ ഇറ്റ് വിൽ ബി സോ ഹെൽപ്ഫുൾ ഫോർ മീ. എന്തും കണ്ടൻറ്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്. യൂട്യൂബ് ആകുമ്പോൾ കുറച്ച് ലോങ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടൻറ്റ് ആയിരിക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കണ്ടൻറ്റ്സ് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അതിനനുസരിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ആൻഡ് യെസ്, അപ്പോൾ അതുതന്നെയാണ് പിന്നെ പറയേണ്ടത്. ഞാൻ പുതിയ സ്റ്റോക്ക് പൊട്ടിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ യെസ്, അപ്പോൾ അടുത്ത വീഡിയോ മിക്കവാറും അതുതന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ അത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കൺ മിസ് ചെയ്യാണ്ട് പ്രസ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ഞാൻ വീഡിയോ ഇടുമ്പോൾ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദി ലവ് ആൻഡ് സപ്പോർട്ട്. ഐ ഹോപ്പ് യു ഓൾ ആർ എൻജോയിങ് മൈ വീഡിയോ. ആൻഡ് യെസ്, ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് എന്നെപ്പോലെ ഇതുപോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനും ഏൺ ചെയ്യാനും ജീവിക്കാനും എല്ലാത്തിനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഒരു ലൈഫിൽ ഒരു ഭാഗം ടൈം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. സോ ഇതൊന്നും വെള്ളത്തിലാവില്ല എന്ന് ഞാൻ കരുതുന്നു. യെസ്, ഐ ഹോപ്പ് ഐ ക്യാൻ മോട്ടിവേറ്റ് യു ഗൈസ് ഇൻ എ വെരി ഗുഡ് വേ. അപ്പോൾ നിങ്ങളുടെ ഗേൾ ഗ്യാങ്ങിനും ഫാമിലിയിലുള്ള റിലേറ്റീവ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക. മോർ ദാൻ എയിമിങ് ഫോളോവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ്, ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് എന്താ പറയുക, ഈ കണ്ടൻറ്റ്സ് ഹെൽപ്ഫുൾ ആവുന്നവരുടെ കയ്യിലെത്താനാണ്. സോ ബേസിക്കലി ലേഡീസ് ഗ്രൂപ്പ് ആണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ലേഡീസ് ഗ്രൂപ്പും നിങ്ങളുടെ ലേഡീസ് ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക. And keep supporting me and my brand Kainath, and we will be taking you to our new outlet very soon inshallah. അതെവിടെയാണെന്ന് ഇപ്പോഴും കൺഫേം ആയിട്ടില്ല, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം എടുത്ത ഔട്ട്ലെറ്റിൻ്റെ കുറവുകളൊക്കെ നികത്തി നല്ലൊരു ഔട്ട്ലെറ്റ് തുറക്കണം എന്നാണ് കരുതുന്നത്. അപ്പോൾ യെസ്, ഇത്തവണ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ബിഗ്ഗസ്റ്റ്
പർച്ചേസ് എവറാണ് ഞാൻ ചെയ്തേക്കുന്നത് ഇത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ ഔട്ട്ഫിറ്റ്സും കിട്ടും എന്നാണ് എൻ്റെ മനസ്സ് പറയണേ. അപ്പോൾ ഡു എൻജോയ് മൈ വീഡിയോ ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഓൾസോ പ്രസ് ദി ബെല്ലൈക്കൺ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട, സബ്സ്ക്രൈബും ചെയ്യണം, ബെല്ലൈക്കനും അമർത്തണം. അപ്പോൾ അതുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.